ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 100x100 ആനിമി സീരീസിൻ്റെ 4th എപ്പിസോഡ്. ഗായ്സ്, മൂന്നാമത്തെയും അതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്ത ആ ഒരു എപ്പിസോഡിൽ കണ്ടതിന് ശേഷം ഈ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഗായ്സ്, നിങ്ങൾ ആനിമി കാണുന്ന ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വോളിയം മാക്സിമം കൂട്ടി വെച്ച് കാണാൻ ശ്രമിക്കുക. ഒട്ടും ലൈക്ക് അടിപ്പിക്കാതെ തന്നെ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കിടക്കാം. ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് 100 എക്സാമിൻ്റെ ഫേസ് 1 സ്റ്റാർട്ടായത്. അപ്പോൾ ഈ ഒരു എക്സാമിനറാണ് ഫേസ് 1 ലീഡ് ചെയ്യുന്നത്. ഇയാളുടെ പേര് സട്ടോട്സ് എന്നാണ്. അപ്പോൾ എക്സാം തുടങ്ങിയിട്ട് ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ടാവും. ഇവരെല്ലാവരും 30 കിലോമീറ്റർ എങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടാവണം. 30 കിലോമീറ്റർ ഒന്നും ഒരു സാധാരണ മനുഷ്യന് ഓടിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല. സോ ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർ നിലത്ത് കൊണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലിയോറിയോനെ കാണിക്കുക. അപ്പോൾ അവൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഈ 100 എക്സാമിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇവിടെയുള്ള എല്ലാവരും ഒരു മോൺസ്റ്റർ, അതിനിടയിൽ പാവം ഞാൻ മാത്രം ഒരു മനുഷ്യനൊക്കെ അവൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട കിലുവ അവൻ്റെ സ്കേറ്റ് ബോർഡിന്മേ പോകുന്നത്. ലിയോറി അത് കണ്ടതും ഇവൻ്റെ അടുത്ത് ചാടി കയറുകയാണ്. എടാ പേട്ടി ചെറുക്ക, നീ എന്താ ഞങ്ങളെല്ലാവരും കളിയാക്കുകയാണോ? എക്സാമിനർ പറഞ്ഞത് എല്ലാവരും അവൻ്റെ പിന്നാലെ ഓടുക എന്നതാണ്, അല്ലാണ്ട് സ്കേറ്റ് ബോർഡ് ഓടിച്ച് പോവാന്നല്ല. നീ ഇപ്പോൾ കാണിക്കുന്നതുണ്ടല്ലോ നമ്പർ 1 ചീറ്റിംഗ് ആണ്. അപ്പോൾ ഗോൺ ബാക്കിൽ നിന്ന് പറയാണ്, അത് ചീറ്റിംഗ് ഒന്നും അല്ല ലിയോറിയോ, മുണ്ടാണ്ട് നിൽക്കുന്നു പറയാണ്. എക്സാമിനർ ആകെ നമ്മളോട് പറഞ്ഞത് അയാളെ ജസ്റ്റ് ഫോളോ ചെയ്ത് പോകാൻ മാത്രമാണ്, അത് ഓടിപ്പോണോ നടന്നു പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് കേട്ട് ലിയോറിയോ, അത് ശരി, നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ടീമായില്ല. അത് കഴിഞ്ഞ് കിലുവാണെങ്കിൽ ഗോണിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുക. അപ്പോൾ ഗോൺ പറയുന്നു എനിക്ക് 12 വയസ്സായി. അപ്പോൾ കിലുവ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞങ്ങൾ സെയിം ഏജ് ആണല്ലേ. എന്നിട്ട് കിലുവ പറയാണ്, എന്തായാലും നീ ഓടിയല്ലേ, അത് കാരണം ഞാൻ ഓടാന്ന് പറഞ്ഞിട്ട് എൻ്റെ സ്കേറ്റ് ബോർഡ് കറക്കി കൈ പിടിക്കണം. ഇത് കണ്ടതും ഗോണിന് ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇത് കഴിഞ്ഞ് ഗോണും കിലുവയും പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഗോണിനാണെങ്കിൽ അവിടെ പുതിയൊരു ഫ്രണ്ടിനും കൂടി കിട്ടുകയാണ്. ഈ കിലുവ എന്ന് പറഞ്ഞത് 100x100 എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ ഇഷ്ടപ്പെടും, അത് ഞാൻ കയറേണ്ടിയിരുന്നു. പക്ഷേ ലിയോറിയോക്ക് ആണെങ്കിൽ ഇതൊന്നും വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2 മണിക്കൂർ ഓടി കഴിയാണ്. ഇപ്പോഴാണെങ്കിൽ ഇവർ ഏകദേശം ഒരു 60 കിലോമീറ്റർ എങ്കിലും തുടർച്ചയായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ലിയോറിയോനെ കാണിക്കുകയാണ്. തുടർച്ചയായി 60 കിലോമീറ്റർ ഓടിയ കാരണം അവൻ ഭയങ്കരമായി ക്ഷീണിച്ചു. ഇപ്പോഴാണെങ്കിൽ അവൻ നാവിഗേറ്റർ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ്. 10,000-ൽ 5 ലോക്കുകൾ മാത്രമല്ലേ പാസ്സാവുക. അപ്പോൾ എന്തായാലും എന്നെപ്പോലത്തെ ഒരാൾക്കൊന്നും ഈ 100 എക്സാം പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഗോണും കിലോയും അവനെ നോക്കി നിൽക്കുന്നത് അവൻ കാണുന്നത്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്നൊരു വോയിസ് കേൾക്കുകയാണ്, നീ വേറൊരു മനുഷ്യനാണ്, എന്നെ കൊണ്ട് പറ്റും. ആ പേട്ട കിലവക്ക് പറ്റുകയാണെങ്കിൽ എനിക്കും പറ്റും പറഞ്ഞ് നല്ല സ്പീഡിൽ ഓടുകയാണ്. ഇത് കണ്ട് ഗോണിന് സന്തോഷമാവാണ്. അത് കഴിഞ്ഞ് ഗോണാണെങ്കിൽ ലിയോറിയോയുടെ ബാഗ് അവനവിടെ നിലത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവന് അവൻ്റെ ഒരു മീൻ പിടിക്കുന്ന സാധനം കൊണ്ട് എടുക്കുകയാണ്. ഇത് കണ്ട് നേരത്തെ ഗോൺ ഇംപ്രസ് ആയ പോലെ കിലോയും ഇംപ്രസ് ആവാണ്. അത് കഴിഞ്ഞ് എക്സാം എടുക്കുന്ന സട്ടോട്സാനെ കാണിക്കുകയാണ്. സട്ടോട്സാന് പറയാണ്, ഇപ്പം എന്തായാലും ഒരു 80 കിലോമീറ്റേഴ്സ് എങ്കിലും ആയിട്ടുണ്ടാവണം, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടി സ്പീഡ് കൂട്ടാം എന്നും പറഞ്ഞയാൾ ഒന്നും കൂടി സ്പീഡിൽ പോവാണ്. അത് കഴിഞ്ഞ് ഗോണിനെയും കിലുവയെയും കാണിക്കുകയാണ്. കിലുവ പറയാണ്, ഇങ്ങനെ പോയിട്ടൊരു രസമില്ല, നമുക്ക് ആരെ ഫസ്റ്റ് തന്നെ നോക്കിയാലോ. അപ്പോൾ ഗോൺ പറയുന്നു, ഓക്കെ, തോൽക്കുന്ന ആൾ ഫുഡ് മേടിച്ചു തരണം. അപ്പോൾ രണ്ടുപേരും ഡീലെന്ന് പറഞ്ഞ് റേസ് സ്റ്റാർട്ടാവാണ്. അത് കഴിഞ്ഞ് ലിയോറിയോനെ കാണിക്കുകയാണ്. ലിയോറിയോ ആണെങ്കിൽ നല്ല സ്പീഡിൽ ഓടിയിട്ട് കുറാപ്പികളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറാപ്പിക ലിയോറിയോനോട് ചോദിക്കുകയാണ്, നീ ശരിക്കും പൈസക്ക് വേണ്ടി തന്നെയാണോ 100 ആവാൻ പോകുന്നത്? അപ്പോൾ ലിയോറിയോ പറയാണ്, എന്നോട് ഞാൻ എത്രാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്, ഞാൻ പൈസക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ കുറാപ്പിക പറയാണ്, നീ പൈസക്ക് വേണ്ടിയല്ലാന്ന് എനിക്കറിയാം, എന്തായാലും നീ പറയില്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ കഥ തന്നെ പറയാം എന്ന് പറഞ്ഞ് കുറാപ്പികളുടെ കഥ പറയാണ്. എനിക്കൊരു ക്ലാൻ ഉണ്ടായിരുന്നു, കുറുട്ട. ഞങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ കണ്ണ് തിളങ്ങും. ആ തിളങ്ങുമ്പോൾ ഉണ്ടാവുന്ന കളർ ലോകത്തിലെല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഫാൻഡൻ ട്രൂപ്പ് എന്ന ഗുണ്ടാ സംഘം എൻ്റെ ക്ലാനിലെ എല്ലാ ആൾക്കാരെയും കൊന്നിട്ട് അവരുടെ കണ്ണ് ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റു. ഞാൻ എന്തായാലും ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് ഫാൻഡൻ ട്രൂപ്പിനെ ഒരു കാലത്ത് റിവെഞ്ച് എടുക്കും. അതിനുവേണ്ടിയാണ് ഞാൻ 100 ആവുന്നത്. ഞാൻ എൻ്റെ കഥ പറഞ്ഞില്ലേ, ഇനി നീ നിന്റെ കഥ പറയും. എനിക്ക് നിന്റെ പോലെ സാഡ് കഥയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പൈസക്ക് വേണ്ടി മാത്രമാണ് 100 ആവുന്നത്. ഇപ്പോൾ കുറാപ്പിക ദേഷ്യപ്പെട്ട് പറയുന്നു, നീ എൻ്റെ അടുത്ത് നുണ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പൈസക്ക് വേണ്ടിയല്ലാന്ന് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ലിയോറി ഉറച്ച് പറയാണ്, ഞാൻ പൈസക്ക് വേണ്ടി തന്നെയാണ്, പൈസ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും മേടിക്കാം, അതിപ്പോൾ വെഹിക്കിൾസ് ആവട്ടെ, സ്വർണ്ണാവട്ടെ, വേണമെങ്കിൽ ആൾക്കാരെ ജീവൻ വരെ പൈസ കൊടുത്ത് മേടിക്കാം. അപ്പോൾ കുറാപ്പിക പറയാണ്, നീ വിചാരിച്ചു വെച്ചതെല്ലാം തെറ്റാണ് ലിയോറിയോ. അപ്പോൾ ലിയോറിയോ പറയുന്നു, എന്തടാ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമല്ല, പൈസ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഫ്രണ്ട് മരിക്കില്ലായിരുന്നു, നിന്റെ ക്ലാൻ കൊല്ലപ്പെട്ടത് പോലും പൈസക്ക് വേണ്ടിയല്ലേ. അപ്പോൾ കുറാപ്പിക ചോദിക്കുന്നു, എന്തെങ്കിലും അസുഖം കാരണമാണ് മരിച്ചത്? അപ്പോൾ ലിയോറിയോ, അതെ, ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമായിരുന്നു, പക്ഷേ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പൈസ വേണ്ടേ? ഈ ലോകം മുഴുവൻ പൈസക്ക് പിന്നാലെയാണ് കറങ്ങുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പൈസയുടെ പിന്നാലെ പോകുന്നത്. എനിക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അത്ര പൈസ ഞാൻ ഉണ്ടാക്കും, എന്നിട്ട് ഞാനൊരു ഡോക്ടറാവും, എന്നിട്ട് പാവപ്പെട്ടവരെ ഞാൻ ഫ്രീ ആയി ചികിത്സിച്ച് കൊടുക്കും. ഇത് കേട്ടതും കുറാപ്പികൾക്ക് സന്തോഷമാവാണ്. അത് കഴിഞ്ഞ് ഗോണും കിലോയും ഇവരൊപ്പം എത്താണ്. എന്നിട്ട് ഞങ്ങളൊപ്പം റേസ് ഉണ്ടാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ലിയോറിയ ദേഷ്യപ്പെട്ട് പറയുന്നു, ഞാനിപ്പോൾ ചാവും, അപ്പോഴാണ് അവൻ്റെ റേസ്. എന്നാൽ ഓക്കെ, ഞങ്ങൾ ഫിനിഷ് ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് പറഞ്ഞ് അവർ പോവാണ്. അതിനുശേഷം
ഗോൺ കിലുവിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് 100 ആവുന്നത്? അപ്പോൾ കിലുവ പറയുന്നു, എനിക്ക് 100 ആവാൻ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു 100 എക്സാം ഭയങ്കര ടഫാണെന്ന്. ബട്ട് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഭയങ്കര ഈസിയാണെന്ന്. അത് കഴിഞ്ഞ് കിലുവ ഗോണോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് 100 ആവുന്നത്? എൻ്റെ അച്ഛനൊരു 100 ആയിരുന്നു, അത് കാരണം തന്നെയാണ് ഞാനും ഒരു 100 ആവാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇവർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മളെ എക്സാമിനർ ഈ ഒരു ഫസ്റ്റ് ഫേസിന്റെ എൻഡിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ടുപേരും എക്സാമിനറുടെ ഒപ്പം തന്നെ ഫേസ് 1ന്റെ എൻഡിലേക്ക് ചാടുകയാണ്. അത് കഴിഞ്ഞിട്ട് കിലുവയും ഗോണും, ഞാനാണ് ഫസ്റ്റ് എത്തിയത്, നീയാണ് എനിക്ക് ഫുഡ് കഴിച്ചേണ്ടത്. അങ്ങനെ അവർ എക്സാമിനറിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ആരാ ഫസ്റ്റ് എത്തിയതെന്ന്. അപ്പോൾ സട്ടോട്ട് സാൻ പറയാണ്, നിങ്ങൾ രണ്ടുപേരും സമയത്താണ് എത്തിയത്, എനിക്ക് നല്ലപോലെ കാണാൻ പറ്റിയില്ല എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ലിയോറിയും കുറാപ്പിക്കും ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഫേസ് 1ന്റെ എൻഡിലെത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് സട്ടോട്ട് സാൻ പറയാണ്, ഇവിടെ എത്തിയ എല്ലാവർക്കും കൺഗ്രാജുലേഷൻ, ബട്ട് ഫേസ് 1 ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വാതിൽ അടക്കുകയാണ്. അവിടെ ഒരാൾ എത്തിയെങ്കിലും അയാളെ മൈൻഡ് ചെയ്യാണ്ട് തന്നെ ആ വാതിലടയാണ്. അതിനുശേഷം നമ്മൾ സട്ടോട്ട് സാൻ പറയാണ്, നമ്മൾ പോകാൻ പോകുന്നത് ഒരു കാട്ടിനുള്ളിലൂടെയാണ്. ഇവിടെ മൂടൽമഞ്ഞുള്ളത് കാരണം കുറെ ആൾക്കാർക്ക് എന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല. ആ സമയം നോക്കി മാജിക്കൽ ബീസ്റ്റുകൾ എൻ്റെ വേഷമെടുത്ത് നിങ്ങളെ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും എന്നെ കാണുന്ന രീതിയിൽ തന്നെ ഓടാൻ ശ്രമിക്കുക. ഞങ്ങളെ ഒരാൾ പറ്റിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആര് പറ്റിക്കാനാ എന്നൊക്കെ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് നിന്ന് ഒരാൾ പറയാണ്, അയാൾ നിങ്ങളെ പറ്റിക്കുകയാണ്, അയാൾ ഒരു മാജിക്കൽ ബീസ്റ്റ് ആണ്. ആ മാജിക്കൽ ബീസ്റ്റ് ശരിക്കുള്ള എക്സാമിനറിനെ കൊന്നിട്ട് എക്സാമിനറിന്റെ വേഷം കെട്ടി വന്നിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നത് കേട്ട് കുറച്ച് ആൾക്കാർ അതൊക്കെ വിശ്വസിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അയാൾ പറയാണ്, നിങ്ങൾ എൻ്റെ കൂടെ വായോ, അയാൾ വെറും കള്ളനാണ്. കുറച്ച് ആൾക്കാരെ വിശ്വസിച്ചെങ്കിലും കുറെ കാലമായി ഈ ഒരു എക്സാം എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും വിശ്വാസമായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ആരും പ്രതീക്ഷിക്കാതെ 3 കാർഡുകൾ ആ പറഞ്ഞുകൊണ്ടിരുന്നവന്റെ മേത്തും എക്സാമിനറിന്റെ മേത്തുക്കും വരുന്നത്. അപ്പോൾ ആ പറഞ്ഞുകൊണ്ടിരുന്നവന്റെ മേത്തേക്ക് കാർഡുകൾ കുത്തി കയറും. ബട്ട് നമ്മളെ എക്സാമിനർ ആണെങ്കിൽ ഈ ഒരു കാർഡുകൾ കൂളായിക്കൊണ്ട് പിടിക്കുകയാണ്. I see. That settles it then. So you are the real one. ഇപ്പോൾ ഇവിടെ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ടോംപ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേരാണ് ഹിസോക്ക. അപ്പോൾ ഹിസോക്ക അവിടെ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, തൻ്റെ കയ്യിലുണ്ടായിരുന്ന 3 മൂർച്ചയുള്ള കാർഡ് എക്സാമിനറിൻ്റെ മേത്തേക്കും പിന്നെ ആ പറഞ്ഞുകൊണ്ടിരുന്നവൻ്റെ മേത്തേക്കും ഇടുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എക്സാമിനർക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഈ ഹിസോക്കയുടെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അവിടെ കിടന്ന് ചലച്ചുകൊണ്ടിരുന്ന സെക്കൻഡ് പോലെ ഹിസോക്ക ആരാണ് കള്ളം പറയുന്നതെന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് എക്സാമിനർ ഇത് കൂളായിക്കൊണ്ട് പിടിക്കുകയും ചെയ്തു. അപ്പോൾ നേരത്തെ വേണം കൊടുക്കുന്നത് നമ്മൾ എക്സാമിനറിൻ്റെ വേഷം എടുത്തൊരു മാജിക്കൽ പീസ് ആയിരുന്നു. അതാണെങ്കിൽ ഈ ഒരു തവളയുടെ പോലെ ചാടിച്ച എക്സാമിനർ പറയാണ്, ഇത്രയുള്ളൂ നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള പണി, ഇതുവരെ ഉണ്ടായി ഇനി ആരും പറ്റിക്കപ്പെടാതെ നോക്കുക എന്ന് പറഞ്ഞു. തിരിയുമ്പോഴാണ് നേരത്തെ വന്ന് പറഞ്ഞ കഴുകന്മാർ വന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം അവൻ ആ ഹിസോക്കയുടെ കാർഡ് കാരണം ഡെഡായിരിക്കുകയാണ്. മറ്റൊരു സൈഡ് നോക്കുകയാണെങ്കിൽ നേരത്തെ എക്സാമിനറിനെ കുറ്റം പറഞ്ഞ ആൾക്കാരാണെങ്കിൽ ആകെ നാണം കെട്ട് ചമ്മി എക്സാമിനറിന് സോറി പറഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് എക്സാമിനർ സെക്കൻഡ് ഫേസ് തുടങ്ങുകയാണ്. എല്ലാവരും എന്നെ ഫോളോ ചെയ്ത് വായുമെന്ന് പറയും. സെക്കൻഡ് ഫേസിലാണെങ്കിൽ 36 ആൾക്കാർ ഓൾറെഡി ഫസ്റ്റ് ഫേസിൽ തന്നെ ഫെയിൽ ആയിട്ടുണ്ട്. ആദ്യം 400 സംതിങ് ആൾക്കാരുണ്ടായിരുന്നത് ഇപ്പോൾ 368 ആൾക്കാർ മാത്രമായി മാറി. സോ ഗൈസ്, നമ്മൾ സട്ടോട്ട് സാൻ ആണെങ്കിൽ ഫസ്റ്റ് ഫേസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഒരു 4th എപ്പിസോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ 5th എപ്പിസോഡിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.